നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ മുൻ ജന്മത്തിലും ഞാൻ സഞ്ജുവിന്റെ ഭാര്യയായിരുന്നോ? സത്യ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അത് പറയാൻ ഞാൻ ആളല്ല. ഇവളെ കൂടെ കൂടിയത് വലിയ മണ്ടത്തരായി പോയല്ലോ. മോളൊന്നു പോയി പുറത്തിരിക്കെ. എനിക്ക് ശാസ്ത്രികളോട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ വിളിക്കുമ്പോ വന്നാ മതി. പറയുന്നത് അനുസരിക്കും മോളെ. ചെല്ലും. ലക്ഷ്മി പൂജ ലക്ഷ്മി തന്നെ ചെയ്യണമെന്നാണോ ശാസ്ത്രികൾ പറയുന്നത്? ശ്രീദേവിയുടെ മകന്റെ യഥാർത്ഥ ഭാര്യ ദേ ആ പോയ ലക്ഷ്മിയാണ്. ഇനി അവൻ 100 വിവാഹം കഴിച്ചാൽ പോലും അവന്റെ സഹധർമ്മിണി അവൾ തന്നെയായിരിക്കും. ആ നിലയ്ക്ക് ഭാര്യയല്ലേ ഭർത്താവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യേണ്ടത്? മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ പൂജ നടത്താൻ. എല്ലാം അറിയുന്ന ശാസ്ത്രികൾ തന്നെ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും അവന്റെ ഭാര്യയായി അംഗീകരിച്ച ഒരു പെണ്ണുകൂടി ആ വീട്ടിലുണ്ട്. അവളോട് ഞാൻ എന്തു പറയും? അവൾക്കിത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഓർമ്മപ്പിശക വന്ന ഒരു പെണ്ണ് കാട്ടിക്കൂട്ടുന്ന കോപ്രായായിട്ടല്ലേ പവിത്രമായ ഈ ചടങ്ങിനെ മറ്റുള്ളവര് കരുതൂ. ഞാൻ എങ്ങനെ അതിന് കൂട്ടുനിൽക്കും? മറ്റുള്ളവർക്ക് കോപ്രായങ്ങളായി തോന്നുന്ന പലതും ഈശ്വരനെ സംതൃപ്തിപ്പെടുത്തുന്നതായി തീർന്നിട്ടുണ്ട്. ശ്രീദേവി ഇതിനെ അങ്ങനെ കണ്ടാ മതി. ലക്ഷ്മി പൂജയുടെ ആവശ്യത്തെപ്പറ്റി ശ്രീദേവി അധികാരോടും പറയാതിരുന്നാ മതി. മകന്റെ 2ാം ഭാര്യ ഈ വിവരം അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രത്യാഘാതവും ഉണ്ടാവില്ല. അവള് കാണില്ലേ ലച്ചു ഭർത്താവിന് വേണ്ടി നടത്തുന്ന പൂജകളെല്ലാം? ജ്യോതിഷ വിധിപ്രകാരമാണ് അവളത് ചെയ്യുന്നതെന്ന് ആ കുട്ടിയെ അറിയിക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ലക്ഷ്മി സ്വയം കാട്ടുന്ന കോപ്രായം. എനിക്കതിന് കഴിവില്ല ശാസ്ത്രികളെ. ഓരോ നിമിഷവും ഓരോ പരീക്ഷണങ്ങളാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും കൂടി അറിഞ്ഞ ലക്ഷ്മി പൂജ നടത്തുന്നതെന്ന് ശ്രീകുട്ടി അറിഞ്ഞ് ഞാൻ വഞ്ചകയായിട്ട് മാറും. ലക്ഷ്മിക്ക് ഓർമ്മ തിരികെ കിട്ടാന് എല്ലാവരും പരിശ്രമിക്കുന്നത്. അവരുടെ കണ്ണിൽ ഞാൻ ചെയ്യുന്നത് കൊടിയ അപരാധമായിട്ടേ തീരും. അതൊക്കെ നിങ്ങളുടെ തീരുമാനം. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മകന്റെ പ്രാണൻ കൂടുതൽ ആപൽഘട്ടത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാശ്രയം സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മ മാത്രമേ ഉള്ളൂ. അമ്മേ മഹാമയേ, എല്ലാം ശരിയാവും. മുത്തശ്ശ, എന്താ മുത്തശ്ശന്റെ സഞ്ജുവിന് സംഭവിച്ചേ? നിന്നോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ മോളെ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അത് വിവരങ്ങളൊക്കെ മോൾ അറിഞ്ഞില്ലേ? അയൺ ബോക്സിന്റെ ഷോക്ക് ഏറ്റതാ. ഞാൻ ചോദിച്ചിട്ട് സഞ്ജു കൂടുതലൊന്നും വിട്ട് പറഞ്ഞതുമില്ല. അയൺ ബോക്സിന്ന് എങ്ങനെ ഷോക്ക് കേൾക്കാനാ? അതിന്റെ വയറ് കരണ്ട് മുറിച്ചതുപോലായിരുന്നു. കരണ്ട് മുറിക്കണമെങ്കിൽ അതിന് സഞ്ജുന്റെ മുറിയിൽ എലിശല്യൊന്നും ഇല്ലല്ലോ. ഇതാരോ സഞ്ജുവിനെ ഇല്ലാതാക്കാൻ ചെയ്തത് തന്നെയാ. സഞ്ജു എന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയ്യോ, അതിനാരാ മോളെ അവന് ശത്രുവായിട്ടുള്ളത്? ശത്രുക്കളുടെ മിത്രം ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അച്ഛൻ ഇത് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് എനിക്കറിയാം. അത് എളമേറ്റ് കയറി കൊള്ളേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ സംഭവം നടന്നപ്പോഴേ അച്ഛൻ മുള്ളും മുനയും വെച്ചാ സംസാരിച്ചത്. ഈ കുടുംബത്തിലുള്ള ശത്രു ദക്ഷയാണ്. നീ ദക്ഷയുടെ ഭാഗത്തല്ലേ? എന്നുവെച്ചാ ഞാൻ ചെയ്തുന്നോ? കേബിൾ മുറിച്ചു വെച്ചാൽ ട്രിപ്പാവുന്ന ആർക്കാ അറിയാത്തത്? ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നേ?
ഉറപ്പായെങ്കിൽ സഞ്ജു തെറിച്ചു വിടാൻ കാരണം എന്താ? പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെയാണോ അച്ഛൻ സംസാരിക്കുന്നത്? എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കണം? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ആര് നിന്നെ തടയുന്നു? പോകുന്നെങ്കിൽ പൊയ്ക്കോ. കവിത അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്ന ആരും കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അവകാശം പറയാൻ നീ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോ കൊണ്ടുവയ്ക്കും. അതിനാരും നിന്നെ തടയാൻ വരില്ല. മോളെ, നീ ഈ ബാഗ് എടുത്തോണ്ട് പോ. പോ. കവിതേ, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ജയിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയരുത്. എന്നാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്? നിങ്ങളൊക്കെ എന്നെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു ജീവിതമൊക്കെ വെച്ച് നീട്ടി മോഹിപ്പിച്ചവരല്ലേ നിങ്ങള്. എനിക്കെങ്ങനെ ഒരു ഗതി വരുത്തി വെച്ചിട്ട് എവിടുന്നോ വന്ന് കയറി ഇവളെ മരുമകളായിട്ട് വാഴിച്ചു. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ അധപതനം. ഈ കുടുംബത്തിനു വേണ്ടിയും ബിസിനസിനു വേണ്ടിയും ഞാൻ അധ്വാനിച്ചതിൽ കൂടുതൽ ആര് പണിയെടുത്തിട്ടുണ്ട്? അച്ഛന് ശേഷം മുകുന്ദട്ടൻ ബിസിനസ് കൊണ്ട് നടന്ന കുളം തോണ്ടി ആ കമ്പനി അതിനെ ഞാൻ ലാഭത്തിൽ എത്തിച്ചിട്ടാ സഞ്ജു വന്ന് MD സ്ഥാനം ഏറ്റെടുത്തത്. ഇന്നിപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്തായി? പകുതി ഷെയർ പിടിച്ചു വാങ്ങാനായി ദക്ഷ നിൽക്കുന്നു. വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? മംഗലശ്ശേരി വീടും ബിസിനസ്സും ഒക്കെ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല. വീട്ടില് ഒരുത്തന് 2 ഭാര്യമാര്. കമ്പനിയുടെ പകുതിക്ക് പുതിയൊരു അവകാശിയുണ്ടായി. മംഗലശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നീ അതിന് സ്വപ്നം കാണുകയും വേണ്ട. ഗംഗാധര പണിക്കര് മരിച്ചിട്ടൊന്നുമില്ല. പൊരുതാനുള്ള ചങ്കൂറ്റ് ഇപ്പോഴും ഉണ്ട്. നിനക്ക് ഷെയറായി 1 രൂപ പോലും ഞാൻ തരില്ല. ഇറങ്ങുന്നെങ്കിൽ ഒഴിഞ്ഞ കയ്യുമായി. നിന്നെ പോലൊരു വിഷജന്തു ഈ കുടുംബത്തിൽ വന്ന് പിറന്നതാ ഈ വീടിന്റെ ശാപം. പൊയ്ക്കോ, ഈ കുടുംബം രക്ഷപ്പെടിക്കട്ടെ. ഇനി എവിടെ രക്ഷപിടിക്കാന്? കഴുത്തോളം മുങ്ങുമ്പോഴുള്ള ഈ ധൈര്യം കൊള്ളാം. അതെന്നും ഉണ്ടാവണം. പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിയിട്ടേ ഞാൻ പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.